ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു പായസം ഉണ്ടാക്കിയാലോ? നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പായസം. തമ്മനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, നല്ല ഭംഗിയുള്ളൊരു പായസമല്ലേ നിങ്ങൾ തമ്മനയിൽ കണ്ടത്? അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് നമ്മുടെ ബീട്രൂട്ട് പായസം. ബീട്രൂട്ട് പായസം എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് കൊണ്ടൊരു പായസമോ എന്ന് ചോദിക്കേണ്ട, ബീട്രൂട്ട് പായസം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബീട്രൂട്ട് പായസം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനൊരു മീഡിയം വലിപ്പമുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചൗരി 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ടും കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ എടുക്കാം കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് ചേർക്കാം. മീഡിയം മധുരം മതി എന്നുണ്ടെങ്കിൽ 3/4 കപ്പ് ചേർത്താൽ മതി. ആദ്യം നമുക്ക് ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ബീട്രൂട്ട് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ വെള്ളത്തിലാണ് വേവിക്കുന്നതെങ്കിൽ 4 കപ്പ് വെള്ളത്തിൽ ബീട്രൂട്ട് വേവിച്ച് ഉടച്ചെടുക്കുക, ഇല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക. മിക്സിയിൽ അരച്ചെടുക്കായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ബീട്രൂട്ട് വേവിച്ച വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആ വെള്ളവും കൂടി നമുക്ക് പിന്നീട് ചേർക്കാനുള്ളതാണ് ഈ ഒരു പായസത്തിലേക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നമ്മളിതുപോലെ കുറച്ച് വലിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാം. ഞാൻ കുറച്ച് വലിയൊരു കുക്കറിലാണ് കേട്ടോ ബീട്രൂട്ട് വേവിക്കാൻ വയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം വേവിക്കാൻ. ബീട്രൂട്ടിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് 2.5 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് 2 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കേണ്ടത്. 2 വിസിൽ വരുന്നത് വരെ ബീട്രൂട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബീട്രൂട്ട് എടുത്ത് മാറ്റിയിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് വേവിച്ച് മാറ്റിയ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൗരി ചേർക്കുകയാണ്. ചൗരി ഞാൻ കുക്കറിലല്ല കേട്ടോ, ഇതുപോലൊരു പാനിലാണ് വേവിക്കുന്നത്. ചൗരി വേവിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം മാത്രം വെച്ചിട്ട് ഇത് വേവിക്കുകയാണ്. ബാക്കിയുള്ള വെള്ളം കുക്കറിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്, ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് രണ്ടും കുക്കായി വരട്ടെ. ചൗരി കുക്കായി വരണം, ഈ ബാക്കിയുള്ള ബീട്രൂട്ടിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അവൽ. 1 കപ്പ് അവലും കൂടി നമ്മൾ എടുത്ത് വയ്ക്കണം. അപ്പോൾ നമ്മുടെ ചൗരി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ചൗരി മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വയ്ക്കാം. ഞാൻ ഈ പാനിൽ അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നെയ്യിൽ വറുക്കുന്നില്ല. നെയ്യിൽ വറുക്കണമെങ്കിൽ നെയ്യിൽ വറുക്കാം. ഞാനിപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വറുത്തെടുക്കുക. ഇത് നിങ്ങൾക്ക് വൈറ്റ് അവലും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ മട്ട അവലും യൂസ് ചെയ്യാം. അധികം കട്ടിയുള്ള അവൽ യൂസ് ചെയ്യണ്ട കേട്ടോ. ഞാനിപ്പോൾ അധികം കട്ടിയില്ലാത്ത തിന്നായിട്ടുള്ള അവലാണ് എടുക്കുന്നത്. ഇതിനി നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അവൽ റോസ്റ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അവൽ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ അവൽ മിൽക്കിനൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, ആ ഒരു ഭാഗത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവൽ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നല്ല കിലുങ്ങുന്ന പാകത്തിലായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാനിൽ തന്നെ വെക്കരുത് കേട്ടോ, ചൂട് കൂടിപ്പോവും, അവലിൻ്റെ കളറും മാറിപ്പോവും, കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിനി ഇത് വേറെ പാനിൽ വെച്ചിട്ട് ഇനി അടുത്ത പാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറെ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം നെയ്യാണ് ചേർക്കുന്നത്. നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഒന്ന് അരച്ചത് ഒന്ന് വഴറ്റിയെടുക്കാനും ആവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങട്ടെ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഞാൻ റൈസിൻസ് ഇട്ട് കൊടുക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കാഷ്യൂനട്ടിൻ്റെ കളറ് മാറാതിരിക്കാനാണ് റൈസിൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് റൈസിൻസും കൂടി ആഡ് ചെയ്യാം. കാഷ്യൂനട്ടിന് റൈസിൻസിനൊന്നും അളവ് പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഇത് രണ്ടും കുക്കായി വരട്ടെ. കാഷ്യൂനട്ട് റൈസിൻസൊക്കെ ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസത്തിന് ആ ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഓവർ കുക്കായി പോകണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ റൈസിൻസൊക്കെ ബബിളായി വരുന്നുണ്ട്. ഈ ഒരു പായസം നിങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കുക്കറിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ പാനിൽ വെച്ച് അല്ലെങ്കിൽ പാത്രങ്ങളിൽ വെച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഒരു 4-5 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ. ഇതാണെങ്കിലാണ് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് വേവിച്ച് വെള്ളം മാറ്റി, വെള്ളം ഇല്ലാതെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ബീട്രൂട്ട്. ആ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മിക്സിയുടെ ചെറിയ ജാറിൽ അരച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും.
നമ്മുടെ ബീട്രൂട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ബീട്രൂട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് തന്നെ ബീട്രൂട്ടിലേക്ക് ആ ഒരു നെയ്യുടെ ടേസ്റ്റ് പിടിക്കാനായിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട, 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ നെയ്യും ബീട്രൂട്ടും ചേർന്ന് നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാല് ഞാൻ തിളപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ പാല് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം എന്നുള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 3/4 കപ്പ് പഞ്ചസാര ചേർക്കുകയാണ്. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ 1 കപ്പായിട്ട് ചേർക്കാം. ആദ്യം 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ലൂസായി വരും കേട്ടോ. ഈ ബീട്രൂട്ടിൻ്റെ മിക്സ് ഒന്ന് ലൂസായി വരും. ആ ചൗവരിയിലേക്കും ബീട്രൂട്ടിലേക്കും മധുരം നന്നായിട്ട് പിടിക്കാനാണ് നമ്മൾ ആദ്യമേ തന്നെ പഞ്ചസാര ചേർക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ തിളപ്പിച്ച പാല് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തിള വന്ന് തുടങ്ങും. ഒന്ന് ചൂടായി മെൽറ്റായി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് പാല് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ പാല് ചേർത്തിട്ട് ഉടനെ തന്നെ നമ്മുടെ പായസം കുറുകി തുടങ്ങും. പാല് തിളച്ചതാണ്, പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചൗവരി ഉണ്ട്, അതുകൊണ്ട് തന്നെ വേഗം കുറുകും. തിള വന്നു തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് പാല് ചേർക്കാം. പാലിൻ്റെ ഒരു 3/4 ഭാഗമേ ഞാനിപ്പോൾ ചേർക്കുന്നുള്ളൂ, മുഴുവൻ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറുകി വരുന്നതനുസരിച്ച് നമുക്ക് പാല് ബാക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള പായസം എന്താ റെഡിയായി വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ കടിക്കാൻ കിട്ടാനാണ് നമ്മൾ അവല് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ചേർക്കുന്നത്, ആദ്യം നമ്മൾ തിളപ്പിച്ച് റെഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസ്. ആ ബീട്രൂട്ടിൻ്റെ എല്ലാ എസൻസും നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ട് ജ്യൂസും കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി കളർ വരും നമ്മുടെ പായസത്തിന്. നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് മധുരം ചെക്ക് ചെയ്യാം. അവലിനും കൂടി മധുരം വേണം, അതിനനുസരിച്ച് കുറച്ച് മധുരം കൂടുതലായിട്ട് വേണം കേട്ടോ. ഇനി നന്നായിട്ട് തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസം എന്താ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് കുറുകി വരും കേട്ടോ, ചൂട് മാറി വരുമ്പോൾ. അപ്പോൾ ഞാൻ ബാക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്തിട്ടില്ല, അത് കുറുകി വരുമ്പോൾ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇതിന് മുന്നേ ആയിട്ട് ചേർക്കേണ്ട ഒരു കാര്യവും കൂടി ഉണ്ട്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി. ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി നന്നായിട്ട് ചൂട് മാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ അവിലും അതുപോലെ തന്നെ കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം ഫ്രൈ ചെയ്തത് നമ്മൾ ചൂട് മാറിയിട്ടാണ് ചേർക്കുന്നത്. ഈ ഒരു പായസം ചൂടോടെ അല്ല കഴിക്കേണ്ടത്, കംപ്ലീറ്റ് ചൂട് മാറി കഴിഞ്ഞിട്ട് കഴിക്കുക. തണുപ്പിച്ച് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ ഇനി അതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസം കംപ്ലീറ്റ് ചൂട് മാറിയിട്ടുണ്ട്. ചൂട് മാറി റൂം ടെമ്പറേച്ചറിലായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവില് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ, നമ്മൾ സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ അവില് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ പായസത്തിൻ്റെ മധുരം ഒരു പൊടിക്ക് കൂടുതലായിരിക്കണം കേട്ടോ. അവില് ചേർക്കുമ്പോൾ ആ അവിലിലേക്ക് മധുരം പിടിക്കാൻ പാകത്തിൽ കുറച്ച് മധുരം കൂടുതലായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി കളറും അതുപോലെ തന്നെ വ്യത്യസ്തമായൊരു ടേസ്റ്റും എല്ലാമാണ്. അപ്പോൾ അവലും പായസവും എല്ലാമായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ കുറച്ച് ആഡ് ചെയ്യാം. കുറച്ച് നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ ആഡ് ചെയ്യാം. ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണെങ്കിലും മധുരം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക, അപ്പോൾ വേഗം തന്നെ മിക്സ് ആയി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ കണ്ടോതാ ഒന്നുകൂടി കുറുകി. ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.